ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മെ മുക്തരാക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുക. ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് ദൗത്യം ആരംഭിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിതയാത്ര തുടരുകയാണ്. ദേവാലയത്തിൽ ക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, സത്വാർത്ത പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവെഴുത്ത് ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. ഈ നിറവേറ്റപ്പെട്ട തിരുവചനത്തിൻ്റെ ബലം ക്രിസ്തു തൻ്റെ ജനത്തിന് നൽകുന്ന അനുഭവമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുക. പിശാച് ബാധിതനായ ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ്, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിക്കുന്നുണ്ട്, നീ നിശബ്ദനായിരിക്കുക, മിണ്ടരുത്, അവനെ വിട്ടുപോവുക. ആജ്ഞാവചനത്താൽ പിശാച് അവനെ വിട്ടുപോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ധീരമായ ക്രിസ്തുവിൻ്റെ ഇടപെടലിലൂടെ എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാൻ സാധ്യമാകും. ഈ ലോകം വിവിധങ്ങളായ പൈശാചിക ബന്ധനങ്ങളാൽ ഇന്ന് നയിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ സമൂഹം കൂടുതൽ തിന്മയുടെ പാപത്തിൻ്റെ ദുരനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശാസന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. നാം ബന്ധനമുക്തരായി സ്വതന്ത്രരായി ധീരസാക്ഷികളായി രൂപാന്തരപ്പെടുക തന്നെ വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം പിശാച് തിരിച്ചറിയുന്നുണ്ട്. അവനത് അസഹനീയമായ അനുഭവമാകുന്നു. പ്രിയ ദൈവമക്കളെ, നാം ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ തിന്മയിൽ, പാപത്തിൽ, അന്ധതയിൽ വീണു പോകാത്ത വിധം ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി നമ്മെ സംരക്ഷിക്കും. ഒപ്പം നമ്മുടെ സാന്നിധ്യം തിന്മയെ അതിജീവിക്കുവാനുള്ള ആത്മീയ ബലമായി മാറുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സന്ദേശമായി മാറും. ക്രിസ്തുവിൻ്റെ ഇടപെടലെല്ലാം അപ്രകാരമായിരുന്നു. യേശുവിനെ കണ്ടവരും അവൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്നവരും അവനെ തൊടുന്നവരും ഒക്കെ സൗഖ്യപ്പെടുന്നതായി കാണുന്നു. ക്രിസ്തുവിൻ്റെ ഇടപെടൽ എല്ലാം അനേകർക്ക് രക്ഷയുടെ അനുഭവമായി തീരുന്നത് ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തിൻ്റെ കൃപാവരമാണ്. യേശു അതേ കൃപയും മഹത്വവും നമുക്ക് നൽകിയിട്ടുണ്ട്. നാം എല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വത്സല മക്കളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് തിന്മയുടെ ശക്തികളെ ശാസിക്കുവാനും പാപമുക്തരായി ജീവിക്കുവാനും ദൈവം കൃപ നൽകിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു പറയുന്നു, യഹൂദരെ നോക്കി, പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ്, അവൻ ഒരിക്കലും സ്വതന്ത്രനല്ല, അവൻ എപ്പോഴും ബന്ധനസ്ഥനാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മെ നോക്കിയും പറയുന്നു, നാം പാപം ചെയ്യുമ്പോൾ പിശാചിന് വിധേയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്മ ചെയ്യുവാനോ വിശുദ്ധിയിൽ ജീവിക്കുവാനോ നമ്മുടെ സാന്നിധ്യത്തിലൂടെ ഇടപെടലിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനോ സാധ്യമല്ല. ആകയാൽ നമുക്ക് പാപമുക്തരാകാം. ഈ ലോകത്തിൻ്റെ തിന്മയിൽ വീണു പോകാതെ ദൈവമക്കൾക്കുള്ള കൃപയിൽ ജീവിക്കുവാൻ അനുഗ്രഹം യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.